അപ്പൊ ഈ പറഞ്ഞ പോലെ മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് ഞാൻ പറഞ്ഞ നിങ്ങളെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് റാപ്പോ പറഞ്ഞല്ലോ, അത് ഡയറക്ടർ അങ്ങനെ എന്തെങ്കിലും റിഹേഴ്സലല്ല എങ്കിലും നിങ്ങളൊരു സഞ്ചാരം ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പടത്തിന് വൺ ലൈൻ മാത്രമേ ഉണ്ടാവും. ഞങ്ങൾ പിന്നെ ഇംപ്രൂവൈസ് ചെയ്തു. അതായത് സീൻ ഉണ്ടോ? സീനാണ്, എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്നൊക്കെ ഒരു സീൻ തലേദിവസമൊക്കെ അല്ലെങ്കിൽ ആ നേരത്തെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയാം. കിട്ടിട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു സീൻ ചെയ്താലോ, നമുക്ക് ചെയ്യാം. ഞാൻ അവരോട് ഞാൻ ചോദിക്കും, എടാ ഈ പടത്തിന് കഥയൊന്നുമില്ലേ, നീ ഒന്നും പേടിക്കണ്ട, വൺ ലൈൻ ഉണ്ട്, ഇവിടെ നീ ഇംപ്രൂവൈസ് ചെയ്ത്. കാരണം നമ്മൾ ട്രാവൽ മൂവി ആയ കാരണം കൊണ്ട് നമുക്കൊരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മുന്നൊരു പടം ചെയ്താൽ ഒരു കെമിസ്ട്രി ഉണ്ട് നമ്മൾ എല്ലാവരും തമ്മിൽ. ഞങ്ങളുടെ എല്ലാ ടീമുകളും എൻ്റെ കൂടെ ഒരു മുന്നൊരു വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആണ്. ക്യാരക്ടേഴ്സ് ദേവനും സബാനും ശരിക്കും ഇതിൽ എവിടുത്തുകാരാണ്? അവരുടെ നിങ്ങളുടെ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്ലാങ് ഡിപ്പെൻഡ് അല്ല കേട്ടാ. നോർമലി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണോ? നോർമലി എങ്ങനെയാണോ അങ്ങനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പല, അതായത് ഞങ്ങള് ഒല്ലൂർ പള്ളിയിൽ നിന്നാണ് ഷൂട്ട് തുടങ്ങിയത്. ഒല്ലൂർ പള്ളിയിൽ നിന്ന് ഷൂട്ട് തുടങ്ങി നമ്മൾ കോയമ്പത്തൂർ, ചെന്നൈ, ഹൈദരാബാദ്, KGF, കോലാർ, മഹാരാഷ്ട്ര. നമ്മള് തൃശ്ശൂരിൽ തന്നെ നമുക്കൊരു ഫസ്റ്റ് പുതുമുഖങ്ങൾ എല്ലാവരും കൂടി ചേരുന്നല്ലേ, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ലാങ്. ആർക്കൊക്കെ ആരുടെ ലാംഗ്വേജ് ആണ് സംസാരിക്കാൻ കുറച്ചുകൂടി കംഫർട്ട്, അതവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും സബ്ജക്റ്റിനെയോ കഥേനെയോ ബാധിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ കണ്ടെത്തലാണ് അത്. ഇടുക്കിയിൽ നിന്നാണ് കണ്ടത്. ഇടുക്കി സ്ലാങ് ആയിക്കൊള്ളാം, നന്നായിരിക്കും എന്ന് നിഷാദൊക്കെ കരുതുന്നുണ്ട്. പുള്ളിക്കാരി സംസാരിച്ചപ്പോൾ ആ ഒരു സ്ലാങ് പ്രത്യേകിച്ച് വേറെ കൂടുതലും അതന്നെ ചെയ്തോളാം. അല്ല, ആള് നല്ലൊരു പ്രസന്റ് ചെയ്തിരുന്നു. എനിക്ക് ഈ പടത്തിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പോർഷൻസിൽ ഇഷ്ടപ്പെട്ട ഉരട്ട് ഫസീൽ, ദേവിൻ, മെറീനയുടെ അടിപൊളി സീൻസുകളായിരുന്നു. എന്നോട് ഹീറോയിൻ എങ്കിർക്കാണ് തെരിയ രഞ്ജിത അഭ്യന്തര കുറ്റവാളിയിൽ അഭിനയിച്ചതാണ്. പിന്നെ സീരിയൽസിലൊക്കെ നല്ല ആക്ട്രസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് പടമാണ്, 9 വർഷമായി അല്ലേ? ഞാൻ 8-9 വർഷമായി. ഇപ്പോഴും ഞാൻ ആ സ്വാഗ് ഇപ്പോഴും പോയിട്ടില്ല എന്ന് പറയുന്നത് സന്തോഷമായിട്ട്. ഇപ്പോഴും ഞാൻ ചോദിച്ചാൽ അത് പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പൊ ആൾക്കാർ ആ പേര് വിളിക്കാന്നുള്ളത് സന്തോഷമുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഇല്ല, അതിപ്പോ അടുത്ത് പുറത്തിറങ്ങും. അതായത് നമ്മൾ ഇത്ര ഗ്യാപ്പ് ഇട്ടതിന്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്തു വെച്ചതിനേക്കാളും ബ്രേക്ക് ചെയ്തൊരു ക്യാരക്ടർ ചെയ്യണം. അത് നമ്മളിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് യാത്രയും ഒരുപാട് ടൈം നമുക്ക് എടുക്കും. ഞാൻ അതിന്റെ പിന്നാലെ ആയിരുന്നു തപ്പി കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. എന്നെങ്ങനെ എന്റെ പേരിലൂടെ എന്നെ അറിയുന്നവര് ടിറ്റോ തന്നെ വിളിക്കാം. എന്റെ പേരറിയാത്തവരാണ് എന്നെ ആളല്ലേ എന്ന് പറയുന്നത്. പക്ഷെ ശരത്തിന് കൂട്ടത്തെ കൂടെ എന്നെ പേര് അതന്ന് അങ്കമാലിയുടെ ഹരിസിൽ ചതിച്ചതാണ്. അങ്കമാലിയുടെ ഹരിസിൽ എല്ലാവരും കൂടി ചതിച്ചത്. അല്ല, ഇന്നിപ്പോ 9 വർഷമായി. നിങ്ങൾ അന്ന് നോക്കുമ്പോ അങ്കമാലിയിൽ നിങ്ങളെല്ലാരും ആദ്യം ശരിക്കും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അപ്പൊ അങ്കമാലിയിൽ ഓഡിഷൻ ചെയ്തെടുക്കുന്നു. ആ ഒരു സിനിമ ഓരോ ഒറ്റ ദിവസം കൊണ്ട് ഏതോ ഒരു ലെവൽ എത്തുന്നു. അല്ല, ഒരൊറ്റ സിനിമ കൊണ്ട് നിങ്ങളെല്ലാരും അറിയപ്പെടുന്നു. ആ ദിവസങ്ങൾ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയ പടം ഇങ്ങനെ ഓളം കിട്ടുന്ന ഒരു ദിവസങ്ങൾ ഇന്ന് പിന്നെ അത് യൂസ് ചെയ്യും. അന്നത്തെ ഒരു മെമ്മറി എന്താണ് ഞാൻ ചോദിച്ചത്? ഇന്നത്തെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ എഫേർട്ടാണ്. ഞാൻ അന്നത്തെ ആദ്യത്തെ സിനിമയുടെ എന്റെ ഏതാണ്ട് ഒരു 16 വർഷം ഞാൻ ഇതിന് പിന്നാലെ സ്റ്റഡീസും എന്റെ പിന്നാലെ ആയിട്ടുള്ള സെർച്ചിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ 16 വർഷത്തെ എന്റെ എഫേർട്ടാണ്. എന്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ ഇതിനുള്ളിൽ ഇന്നാണ്. എന്റെ ചെറുപ്പം തൊട്ടുള്ള എന്റെ അംബീഷനും കാര്യങ്ങളും. അപ്പൊ ആ ടൈമിൽ ഒരു ഷോക്കായിരുന്നു. അതായത് ഇപ്പൊ ഇതുപോലെ ഞങ്ങൾ ഇരുന്നിട്ട് സിനിമ അന്ന് തിയേറ്ററിൽ പ്രതിയാണ്. തൊട്ടപ്പുറത്ത് ആസിഫ് ഇരിക്കുന്നത്. ആസിഫ് എൻ്റെ അടുത്ത് പടം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഇന്റർവെൽ സമയമായിപ്പോ വന്നിട്ട് പറഞ്ഞു, അവിടെ തൊട്ടടുത്തിരിക്കുന്നത് ഞങ്ങള് സ്റ്റെപ്പം ഇരിക്കുമ്പോ തട്ടിട്ട് പറഞ്ഞു, ഈ സത്യത്തിൽ വില്ലനാണോ, നിങ്ങൾ ശരിക്കും ഗുണ്ടകളാണോ ചോദിച്ചത്. ഞങ്ങൾ എവിടുന്നാ വന്നേണ്, ഞങ്ങളുടെ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ എല്ലാവരും വിചാരിച്ച് പുതുമുഖങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഞങ്ങൾ ആ ടൈമിൽ നല്ല ട്രെയിനിങ് എടുത്തിട്ടാണ് സിനിമയിലേക്ക് വന്നത്. എല്ലാവരും പാഷൻ കൊണ്ട് വന്നിട്ട് കാര്യമില്ല. അത് എന്നെ പോലുള്ള സാഹചര്യത്തിലുള്ള പിള്ളേർക്ക് ട്രെയിനിങ് തന്നെ വേണം. നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് നല്ല ഓപ്ഷൻസ് കിട്ടുള്ളൂ. എനിക്ക് ആ ഒരു സമയത്ത് ഒരു ത്രില്ലായിരുന്നു, ടെൻഷനും. നിനക്ക് അങ്ങനെ ഇല്ലട. അപ്പൊ സത്യമായിട്ടും ഇപ്പൊ ഇവന്റെ ഫീൽ എന്താണോ അത് ഇതിപ്പോ ഇവനെ കണ്ടോ ഇങ്ങനെ കിടന്ന് പറക്കണാണോ അതെ കണ്ടോ ഇതേപോലെ തന്നെയായിരുന്നു അന്ന് ഞങ്ങൾ.